ഹായ് ഫ്രണ്ട്സ്, 6 മാസത്തിന് ശേഷം ചെടികളൊക്കെ ഒന്ന് തളിർത്തു. നിങ്ങളെ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ മതിലിനോട് ചേർത്തി വെച്ചിരിക്കുന്ന ചെടികൾ ആദ്യം ഒരു മാവ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ചെറിയാണ്. അതിൻ്റെ ഇടയിൽ മിൽക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, ഒരെണ്ണം മിറാക്കിൾ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, സീതപ്പഴം. ഇതൊക്കെയാണ് സൈഡിൽ. അതിനോട് ചേർത്തിട്ടൊരു പ്ലാവ് വെച്ചിട്ടുണ്ട്. അപ്പം അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വേപ്പ്, നമുക്ക് കൈകൊണ്ട് എത്തിച്ച് പൊട്ടിക്കാനായിട്ട് എളുപ്പത്തിന് വേപ്പ് അതിനോട് ചേർത്ത് വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കാണുന്നത് മുള്ളാത്തിയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് മൾബറിയാണ്. കശുമാവ് ഇതിനോട് ചേർത്ത് കശുമാവ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറൊരു തരം പ്ലാവ്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നത് വേറൊരു തരം പ്ലാവാണ്. 3 തരം പ്ലാവ് മൊത്തത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റംബ്രൂട്ടാൻ 2 തരം വെച്ചിട്ടുണ്ട്. ഇത് ഒരു തരം കുറച്ച് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. ഇത് നീലി ബൃങ്കാദിയാണ്. പിന്നെ പേരയ്ക്കയാണ്, 2 തരം പേരയ്ക്കയാണ് വെച്ചിരിക്കുന്നത്. ഇത് അമ്പഴങ്ങ, സ്വീറ്റ് അമ്പഴാണ്. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റംബ്രൂട്ടാൻ. ഇത് മുരിഞ്ഞ. നമുക്ക് ഇത് സപ്പോട്ട, ലിച്ചി, സർപ്പഗന്ധിയാണ് ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു തരം പ്ലാവും കൂടി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മാവാണ്. ഇതിനോട് ചേർത്ത് റെഡ് ലേഡി പപ്പ വെച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറി, ചെറിയ തരം സ്ട്രോബെറിയാണ്. ഇത് ലൂബിക്ക. ഈ കാണുന്നത് കൊടപ്പുളിയാണ്. ദബിയു. അതിന് പുറകിലായിട്ട് ജാമ്പയ്ക്കുണ്ട്. ഇത് ചെറിയ ഞാവൽപ്പഴം. പപ്പ, നാടൻ പപ്പ. വാഴകൾ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഗ്രീൻ ആപ്പിള്, ആത്ത, ചീമനെല്ലി, ഇത് നാരകം. പിന്നെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയത് മാങ്കോസ്റ്റ്, ആടലോടകം, ജാമ്പയ്ക്ക, ചെമ്പരത്തി, പിന്നെ കുറച്ച് മിളകും ചീരയൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ചു. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവും. എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ അത് നമുക്ക് ഇതൊക്കെ വലുതാവുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് പാകമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും ചെടികൾ 10-50ഓളം ചെടികൾ ഇതിൽ വെച്ചിട്ടാണ് ഇത് വലുതായത്. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.